നമസ്കാരം. മലപ്പുറം മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ ചാരങ്കാവിൽ 75-കാരനായ ശങ്കരനാരായണൻ മരിച്ചു. എത്രയോ പേർ മരിക്കുന്നു. ശങ്കരനാരായണൻ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ആ അച്ഛനെ കേരളം ഒരിക്കലും മറക്കാൻ പാടില്ല. ശങ്കരനാരായണൻ എന്ന് പറയുന്നതിലപ്പുറം കൃഷ്ണപ്രിയയുടെ അച്ഛൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കേണ്ടത്. 2001 തന്റെ മകളെ അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കി കൊന്ന ആ മുഹമ്മദ് കോയ എന്ന അയൽപക്കത്തുള്ളവനെ ഇഞ്ചിഞ്ചായി വെടിവെച്ചു കൊന്ന് അവന്റെ മരണം ഉറപ്പാക്കിയ ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ മനുഷ്യൻ. ആ മനുഷ്യനാണ് വർഷങ്ങൾക്കിപ്പുറം ഇന്ന് മരണത്തെ പുൽകിയിരിക്കുന്നത്. മനസമാധാനത്തോടെയുള്ള മരണം. മരണാനന്തര ജീവിതം എന്നൊന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഒന്നുണ്ട് എങ്കിൽ ആ മനുഷ്യൻ ഇന്ന് സ്വർഗത്തിൽ തന്റെ മകളുടെ കൈ പിടിച്ചിരുന്ന് സന്തോഷിക്കുന്നുണ്ടാകും. അത്തരത്തിലുള്ളതാണ് ഈ ശങ്കരനാരായണൻ എന്ന മനുഷ്യന്റെ കഥ. മലപ്പുറം മഞ്ചേരിയിൽ ചാരങ്കാവിലാണ് ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിയും 3 മക്കൾക്കൊപ്പം സന്തോഷമായി ജീവിച്ചിരുന്നത്. 2 ആൺമക്കളും ഒരു ഇളയ പെൺകുട്ടിയും. പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചു വളർത്തിയ തങ്കക്കുടം. ആ പെൺകുട്ടിയുടെ ചിത്രം കണ്ടാൽ നമുക്ക് അങ്ങനെയേ പറയാൻ സാധിക്കൂ. 13 വയസ്സുള്ള കൃഷ്ണപ്രിയ, അതീവ സുന്ദരിയായ ഒരു കൊച്ചു പെൺകുട്ടി. നല്ല വിടർന്ന കണ്ണുകളും നീളൻ തലമുടിയും ഒക്കെയായി ഒരു സുന്ദരി പെൺകുട്ടി. 2 ആൺമക്കളും ഒരു പെൺതരിയും. അതുകൊണ്ട് തന്നെ കൃഷ്ണപ്രിയയെ വളരെ ലാളിച്ചായിരുന്നു ആ അച്ഛൻ വളർത്തിയിരുന്നത്. 2001 ഫെബ്രുവരി മാസം 9-ാം തീയതിയാണ് ആ സംഭവം നടന്നത്. അവരുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച സംഭവം. രാവിലെ ചോറ്റുപാത്രവും പുസ്തകങ്ങളും ഒക്കെയായി വളരെ സന്തോഷത്തോടു കൂടി അച്ഛനോടും അമ്മയോടും ചേട്ടന്മാരോടും ഒക്കെ യാത്ര പറഞ്ഞിറങ്ങിയതാണ് കൃഷ്ണപ്രിയ. സ്കൂളിലേക്ക് പോയി. വൈകിട്ടായപ്പോഴും തിരികെ മടങ്ങിയെത്തിയില്ല. എന്തുകൊണ്ടാണ് തന്റെ മകൾ തിരികെ എത്താത്തത് എന്ന അങ്കലാപ്പിലായിരുന്നു അച്ഛനും അമ്മയും. ഒടുവിൽ അവർ തിരക്കി ഇറങ്ങി. വീടിന് സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ ചേതനയേറ്റ് പിച്ചു ചീന്തിയ നിലയിൽ ആ പെൺകുരുന്നിനെ അവർ കണ്ടെത്തി. അവൾ ബലാത്സംഗത്തിനിരയായി. അതീവ ക്രൂരമായ ബലാത്സംഗം. ആ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. അത് മറ്റാരുമല്ല, അതായത് പെട്ടെന്ന് കണ്ട ഒരുത്തനല്ല അത് ചെയ്തത്. തൊട്ട അയൽപക്കത്തുള്ള, അതായത് തന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ അവൻ വന്ന് നോക്കിക്കോളും എന്ന് കരുതിയിരുന്ന ഒരുത്തൻ, 25 വയസ്സുള്ള കുന്നുമ്മൽ മുഹമ്മദ് കോയ, ചാരങ്കാവ് സ്വദേശി. ആ നരാധമനാണ് അവളെ പിച്ചു ചീന്തി ഒടുവിൽ കൊന്നുകളഞ്ഞത്. ആ അച്ഛനും അമ്മയ്ക്കും സഹിക്കാവുന്നതിലപ്പുറമായി. ഒടുവിൽ ഇയാൾ അറസ്റ്റിലായി. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിച്ച് ആ കുടുംബം മുന്നോട്ട് പോയി. മുടിയും താടിയും ഒക്കെ നീട്ടി വളർത്തി വല്ലാത്തൊരവസ്ഥയിലായി ശങ്കരനാരായണൻ. തന്റെ മകളുടെ മുറിയിലേക്ക് പിന്നീട് ആ മനുഷ്യൻ കയറിയിട്ടില്ല. മനസ്സ് മരവിച്ച് ഈ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ 2002 ഇയാൾ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ജാമ്യത്തിലിറങ്ങി. എന്നിട്ട് അങ്ങ് വിലസുകയാണ്. തൊട്ട അയൽപക്കത്തുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ അടിച്ചുപൊളി ജീവിതമൊക്കെ ഈ കുടുംബം കാണുന്നുണ്ടായിരുന്നു. ആ കാഴ്ച ശങ്കരനാരായണന് മരണത്തിന് തുല്യമായിരുന്നു. അദ്ദേഹത്തിന് 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഒരു നാരായണനും ഒരു അനു എന്ന് പറയുന്ന ഒരു വ്യക്തിയും. ഈ 2 പേരോടും ഇദ്ദേഹം പറഞ്ഞിരുന്നു, എനിക്ക് അവനെ കൊല്ലണം. അവൻ ഇങ്ങനെ സുഖിച്ച് വാഴുന്നത് കാണാൻ എനിക്ക് പറ്റില്ല എന്ന്. നമ്മളിപ്പോ പറയും ചങ്ക് കൂട്ടുകാരന്മാരെന്നൊക്കെ. ആ ചങ്ക് കൂട്ടുകാരന്മാർ അവർ പറഞ്ഞു, അവനെ വിടണ്ട, ഞങ്ങൾ ഒപ്പം കാണും. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു രംഗമാണ്. അവനെ വിടണ്ട, ഞങ്ങൾ ഒപ്പം കാണുമെന്ന് ഉറപ്പ് നൽകി ഒടുവിൽ ഇവനെ എങ്ങനെ തീർക്കാമെന്നുള്ള പദ്ധതിയാണ് ഇവർ തയ്യാറാക്കിയത്. ഒരു തോക്ക് സംഘടിപ്പിച്ചു. ആ തോക്ക് ശങ്കരനാരായണനെ ഏൽപ്പിച്ചു. അദ്ദേഹം വീട്ടിലെ മച്ചിൽ അത് ഒളിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ മുഹമ്മദ് കോയയെ കണ്ടപ്പോൾ ശങ്കരനാരായണൻ പുറമെ ഒരു ശത്രുതയൊന്നും കാണിച്ചില്ല. പക്ഷെ ഈ ശങ്കരനാരായണന്റെ സുഹൃത്തുക്കൾ ഈ മുഹമ്മദ് കോയയുമായി അടുപ്പം സ്ഥാപിച്ചു. ഇവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നു. ആ രീതിയിലുള്ള ഒരു സൗഹൃദമൊക്കെ സ്ഥാപിച്ചെടുത്തു. പിന്നെ ഈ മുഹമ്മദ് കോയ എങ്ങോട്ടേക്ക് പോകുന്നു, ഇയാൾ എപ്പോൾ മടങ്ങി വരും, ഈ രീതിയിലുള്ള എല്ലാ നീക്കങ്ങളും ഇവർ സസൂക്ഷ്മം നിരീക്ഷിച്ച് പ്ലാൻ തയ്യാറാക്കി. ഒടുവിൽ മുഹമ്മദ് കോയയുടെ മരണതീയതി അവർ കുറിച്ചു. 2002 ജൂലൈ മാസം 27-ാം തീയതി. ഈ ശങ്കരനാരായണന്റെ സുഹൃത്തുക്കൾ ഈ മുഹമ്മദ് കോയയുമായി ഒരിടത്ത് വട്ടം കൂടി ഇരിക്കുന്നു. അവിടെ ഇരുന്ന് മദ്യപിക്കുന്നു. അടിച്ച് പൂക്കുറ്റിയായി ഇയാൾ മാറുന്നു. അമിതമായി മദ്യപിച്ച് ഒന്ന് എഴുന്നേറ്റ് ഓടാൻ പോലും വയ്യാത്ത അവസ്ഥയിലായി മുഹമ്മദ് കോയ. ഇവരുടെ വീടിനടുത്തൊരു വിഷ്ണു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിന് സമീപത്തേക്ക് ഈ ശങ്കരനാരായണന്റെ സുഹൃത്തുക്കൾ മുഹമ്മദ് കോയയെ പിടിച്ചുകൊണ്ട് വന്നു. അവിടെ വെച്ച് ശങ്കരനാരായണൻ അയാളുടെ വലത്തെ നെഞ്ചിൽ ആദ്യത്തെ നിറയൊഴിച്ചു. ചത്തില്ല എന്ന് സംശയം തോന്നിയത് കൊണ്ട് ഇടത്തെ നെഞ്ചിലും അടുത്ത നിറ ഒഴിച്ചു. അയാൾ ജീവന് വേണ്ടി പിടയുന്നത് ശങ്കരനാരായണൻ നോക്കി നിന്നു. ആ മരണം ഉറപ്പാക്കി. അതിനുശേഷം ഇവനെ ഒരു ചാക്കിൽ കുത്തിക്കയറ്റി സമീപത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ട് തള്ളി. പിന്നീട് ഈ ശങ്കരനാരായണൻ തന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഒരുപാട് പശുക്കളൊക്കെ ഉള്ള വീടാണ്. അവിടെ നിന്ന് ചാണകം മറ്റോ കലക്കി കൊണ്ടുവന്ന് ഈ മരണം നടന്നിടത്തൊക്കെ തളിച്ചു. കാരണം ഈ വൃത്തികെട്ടവന്റെ ചോര വീണ മണ്ണാണ്. ആ മണ്ണ് അശുദ്ധിയായി പോയി. ആ മണ്ണ് ശുദ്ധിയാക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് കലക്കിക്കൊണ്ടുവന്ന് ചാണകവെള്ളവും മറ്റും തളിച്ചു.
അതിനുശേഷം ആ മനുഷ്യൻ വീട്ടിൽ പോയി കുളിച്ച് സമാധാനമായി ഉറങ്ങി. ഇങ്ങനെയാണ് ആ മനുഷ്യൻ പിന്നീട് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. കുറ്റസമ്മത മൊഴിയിൽ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. തന്റെ മകൾ അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിന് ശേഷം അന്നാണ് മനുഷ്യൻ ഒന്ന് സുഖമായി ഉറങ്ങുന്നത്, മനസമാധാനത്തോടെ. എന്തായാലും പിന്നീട് ഒരു 4 ദിവസത്തിന് ശേഷം ശങ്കരനാരായണൻ നേരെ പോലീസ് സ്റ്റേഷനെത്തി കീഴടങ്ങുകയായിരുന്നു. എല്ലാം ഏറ്റു പറഞ്ഞു ആ മനുഷ്യൻ. മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. പിന്നീട് ഹൈക്കോടതി കൃത്യമായ തെളിവുകളുടെ അഭാവം മൂലം ഈ മനുഷ്യനെ കുറ്റമുക്തനാക്കി. അതായത് തന്റെ മകളെ കൊലപ്പെടുത്തിയവന്റെ കൊലയാളി എന്നൊന്നും ആ മനുഷ്യനെ പറയാൻ സാധിക്കില്ല. ഒരു കേസിലും അദ്ദേഹം പ്രതിയല്ല. പിന്നീട് ആ മഞ്ചേരിയിലുള്ള വീട്ടിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെ ലൂപ്പ് ഹോൾസിനെ കുറിച്ച്. ഈ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചാണ് മുഹമ്മദ് കോയ പുറത്തിറങ്ങിയത്. അവൻ പുറത്തിറങ്ങിയപ്പോൾ തീർക്കാൻ ശങ്കരനാരായണൻ തയ്യാറായി നിന്നു. പക്ഷെ ശങ്കരനാരായണനൊപ്പമാണ് ന്യായമെന്ന് കണ്ടപ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ മനുഷ്യനെ കുറ്റമുക്തനാക്കി. പിന്നീട് ശങ്കരനാരായണൻ ചെയ്തത് ശരിയാണോ, ഇയാളെ മോചിപ്പിച്ചത് ശരിയാണോ, ഈ രീതിയിലൊക്കെ ചർച്ചകൾ നടന്നു. പക്ഷെ ഗോവിന്ദച്ചാമിയെ പോലുള്ളവർ നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങളാണ്. പോയപ്പോഴുണ്ടായിരുന്ന രൂപമല്ല പിന്നീട്, തിന്ന് കൊഴുത്ത് സുഖിച്ചു വാഴുന്ന ഗോവിന്ദച്ചാമി. 2006 മെയ് മാസത്തിൽ അദ്ദേഹം കുറ്റമുക്തനാക്കപ്പെട്ടെങ്കിലും പിന്നീടും ഒരുപാട് കൃഷ്ണപ്രിയകൾ നമ്മുടെ സമൂഹത്തിലുണ്ടായി. മുഹമ്മദ് കോയമാരും ഉണ്ടായി. ഏതൊരച്ഛനും ചിന്തിക്കുന്നതാണ് ശങ്കരനാരായണനും ചിന്തിച്ചത്. ഇങ്ങനെ ഒരു അവസ്ഥ തന്റെ കുഞ്ഞിനുണ്ടായി എങ്കിൽ ഏതൊരച്ഛനും ആഗ്രഹിക്കുന്നത് തന്നെയാണ് ശങ്കരനാരായണൻ ചെയ്തത്. ഇനിയൊരു രക്ഷിതാക്കൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും. അതാരായാലും അവനെ തൂക്കേറി തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും ഇന്ന് ആ അച്ഛൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ വലിയൊരു സല്യൂട്ടാണ് നൽകാനുള്ളത്. ആ അച്ഛൻ ആദരാഞ്ജലികൾ.